ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ കിട്ടിയാ ഇതിലേക്ക് വന്നിരിക്കുന്ന കോളുകളും ഔട്ട് ഗോയിങ് കോളുകളും അറിയാൻ സാധിക്കുമല്ലോ. അവരുടെ ഐഡന്റിറ്റി കിട്ടിയാലും മതി. ഞാൻ നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്ക്. രക്ഷയില്ല, ഇതെല്ലാം ഫേക്കാണ്. എല്ലാ നമ്പറുകളും മറ്റാരുടെ ഐ ഡി ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്നത്. താനിവിടെ ഇരിക്കും, ഞാൻ അയാളെ കണ്ടിട്ട് വരാം. ശരി സാർ. ഹായ് സർ. പൂർണ്ണിമ വന്നിട്ട് കുറെ സമയമായോ? ഇല്ല സർ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, ഇവിടെ ആരും ക്യാമറയായിട്ട് ഒളിച്ചിരിപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല സർ. നിങ്ങളെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതാ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സർ, ഒരു അബദ്ധം ഞങ്ങൾക്കന്ന് പറ്റി. അത് മനഃപൂർവ്വം അവര് ഞങ്ങളെ ഉപയോഗിച്ചതാ. ഞാനതിന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞല്ലോ സർ. ഓക്കെ ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ആ, ഇനി പറഞ്ഞോ, എന്തിനാ പൂർണ്ണിമ അപ്പോയിന്റ്മെന്റ് ചോദിച്ചത്? അത് ഒരു കാര്യം അറിയാനായിരുന്നു സർ. ഇവിടെ നടന്ന പല പോലീസ് ഓപ്പറേഷനുകളും ലീഡ് ചെയ്തത് പോലീസിന്റെ അണ്ടർ കവർ വിങ് ആണെന്ന് ഞങ്ങൾക്കറിയാം. അതെ, ആ ന്യൂസ് സഞ്ജയ് വഴിയാണല്ലോ പുറത്തു വന്നത്. അതെ, അത് മാത്രമല്ല സർ, എന്റെ മകളെ രക്ഷിച്ചതിലും അവരിടപെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കമ്മീഷണർ പറഞ്ഞിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന അണ്ടർ കവർ ഓഫീസേഴ്സിനെ ഇനിയും ജനങ്ങൾ അറിയാതിരിക്കുന്നത് ശരിയല്ല സർ. അവരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അഭിനന്ദിക്കണം സർ. അവർ ശരിക്കും പറഞ്ഞ നാടിന്റെ ഹീറോസ് ആണ്. ഞങ്ങളുടെ ചാനൽ വഴി അവരെ പുറം ലോകം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സർ. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞത്. പൂർണിമ, നിങ്ങൾ വളരെ ബുദ്ധിയും വിവരവുമുള്ള സ്ത്രീയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് മണ്ടത്തരമാണ്. അണ്ടർ കവർ ടീമിന്റെ ഓപ്പറേഷൻ വിജയിക്കുന്നത് അവരെ ആർക്കും അറിയാത്തതുകൊണ്ടാണ്. ഹലോ, എന്തായി? തൽക്കാലം നീ സേഫാണ്, നീ പേടിക്കണ്ട. അവർക്ക് ഫോണിൽ നിന്നും ഒരു ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നന്ദി പറയേണ്ടത് ദൈവത്തിനല്ല, മേനോൻ സാറിനോടാ. അവര് നിന്നെ പിടിക്കാൻ വന്ന സമയത്ത് നീ അവരെ ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങൾ എന്തേ പറയുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാ ഞാൻ ശ്രമിച്ചത്. ആ സമയത്ത് ആരെ നോക്കാനാ? നല്ലൊരു അവസരമാണ് പൃഥ്വി നീ നഷ്ടമാക്കിയത്. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രധാന ശത്രുവാണ് അവര്. എടോ, അവരെ തിരിച്ചറിയാനുള്ള അവസരം കിട്ടിയിട്ട് അത് പാഴാക്കി സ്വന്തം ഐഡന്റിറ്റി അവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തില്ലേ? വെരി ബാഡ്. നിങ്ങൾ എന്തേ വിളിച്ചു പറയുന്നത്? ആ സിറ്റുവേഷനിൽ ആരാണെങ്കിലും പാനിക് ആവുക തന്നെ ചെയ്യും. ഞാൻ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴും സേഫാ. അത് നിന്റെ മിടുകല്ല, അവരുടെ കഴിവുകേടാ. അതിൽ നീ അഹങ്കരിക്കണ്ട. എനിക്കൊരു കോള് വരുന്നുണ്ട്. എടോ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സംസാരിക്കുമ്പോ നിനക്ക് മറ്റുള്ള കോൾ അറ്റൻഡ് ചെയ്യണോ അല്ലേ? എന്റെ അശി, നീ ഇങ്ങനെ സില്ലി ആകാതെ വെറുതെ എടുത്തു ചാടി പൃഥ്വിയോട് വഴക്കിട്ട നഷ്ടം നിനക്ക് മാത്രം. അത് മറക്കണ്ട. അഷി പറയുന്നതിലും കാര്യമുണ്ട്. പൃഥ്വിക്ക് അഷിയോട് എന്തോ താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ നാത്തൂൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞു? ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മൾ ചെന്നിട്ടും അവൻ മാറി മാറി നടക്കായിരുന്നില്ലേ? മര്യാദയ്ക്ക് അഷിയോടൊന്നും സംസാരിച്ചു പോലുമില്ല. അതെ, എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ ഒന്നുമില്ല, ബിസി ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറും. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിക്ക് 100 തിരക്കുകളുള്ളതല്ലേ. അതാകും അധികം നേരം സംസാരത്തിനൊന്നും നിൽക്കാത്തത്. എത്ര തിരക്കുണ്ടെങ്കിലും അശിക്ക് വേണ്ടി സമയം കണ്ടെത്തണ്ടേ? അതെ, കുറെ സ്വത്തും പണവും മാത്രം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ മണ്ടത്തരം പറയാതെ പെണ്ണേ.
കല്യാണം കഴിഞ്ഞ പിന്നെ നീ അവനെ മാറ്റിയെടുക്കണം, എന്നിട്ട് അവനെ ചൊൽപ്പടിയിലാക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. അതെ, അതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് ഈസി ആയിട്ട് സാധിക്കും. പിന്നെ നീ പറയാതെ ഫോൺ എടുക്കുക പോയിട്ട് വീടിന് പുറത്തേക്ക് പോലും പോകാത്ത വിധത്തിൽ നീ മാറ്റണം. ഈ പറയുന്ന പോലൊക്കെ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ ലൈഫല്ലേ നശിക്കുന്നേ. ആഹാ, നിങ്ങൾ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. അതിനെന്താ ചേച്ചി, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടാൾക്കും എന്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ? മോൾക്കത് വലിയ സന്തോഷാവും. അതിന് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ ചേച്ചി, അല്ലേ കിരൺ? അതെ, ഇനിയിപ്പോ കല്യാണവും അതിന്റെ ഓരോ ആവശ്യങ്ങൾ വരാൻ പോവല്ലേ. അത് വേറെ. ഇതെന്റെ ധ്വനിമോൾക്ക് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം ഞാൻ മോക്ക് വാക്ക് കൊടുത്തായിരുന്നു നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുംന്ന്. മോളെ, ആന്റിയോടും അങ്കിളിനോടും നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ. വീട്ടിലോട്ട്. ആ. കണ്ടോ, നിങ്ങൾ രണ്ടുപേരും വരാനാ മോള് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിൽ അതിനർത്ഥം ധ്വനിമോളോട് നിങ്ങക്ക് സ്നേഹമില്ലെന്നാ. അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, ഞങ്ങൾക്ക് ധ്വനിമോളെ ഒരുപാട് ഇഷ്ടം. പിന്നെ ആ ഇഷ്ടം വെറുതെ വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. വാശി പിടിക്കല്ലേ മോളെ. വീട്ടിൽ പറഞ്ഞില്ല എന്നാണ് പ്രശ്നമെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളെ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം.